ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽ സർക്യൂട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വീക്ക്ലി റൗണ്ടപ്പ് ആയിട്ടാണ്. ഈ ഒരു വീക്കിൽ ജൂൺ ഫസ്റ്റ് വീക്കിൽ എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ മൈൻ ചെയ്യുന്ന 13 പ്രൊജക്ട്സിൽ വന്നിരിക്കുന്നതെന്നാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന 13 പ്രൊജക്ട്സിൻ്റെയും മൈൻ ചെയ്യാനുള്ള ടെലഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം തന്നെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ചെയ്ത ഫുൾ വീഡിയോസ് നമ്മളെ ചാനലിൽ കിടക്കുന്നുണ്ട്. അത് ചെക്കൗട്ട് ചെയ്യുക. ആ വീഡിയോസിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും കാണാത്തവർ അതൊക്കെ കണ്ട് മൈൻ ചെയ്യാൻ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എന്താണ് മൈനിങ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ അറിയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിലെ പഴയ വീഡിയോസ് എടുത്ത് കാണുക, അല്ലെങ്കിൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ സോൾവ് ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ടെലഗ്രാം ചാനലിൽ മെമ്പേഴ്സ് ചോദിച്ച ഡൗട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ പുതിയതായിട്ട് വന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാം നമ്മൾ മൈൻ ചെയ്യുന്ന 13 പ്രൊജക്ട്സും ഇതിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ 13 കണ്ടിട്ട് മാത്രം വീണ്ടും കമൻറ്റ് ഇട്ട് ഡൗട്ടുകൾ ചോദിക്കുക. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ മാക്സിമം ഇതിൽ തന്നെ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് വരുന്ന ടെലഗ്രാമിലാണ്. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഞാനിതിൽ പറയുന്ന എല്ലാത്തിൻ്റെയും ലിങ്ക്, എല്ലാ ബോട്ടുകളുടെയും എല്ലാ മൈനിങ്ങിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ 10K സബ്സിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രചോദനം കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇനി ഇങ്ങനത്തെയുള്ള വീഡിയോസൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ടാർഗറ്റ് വെക്കുന്ന ഒരു 200 ലൈക്കാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം 200 ലൈക്ക് എത്തിക്കാൻ ശ്രമിക്കുക. 200 ലൈക്കെങ്കിലും എത്തിയാലേ നമ്മൾ നെക്സ്റ്റ് ഇതുപോലെ തന്നെ ഒരു വീക്ക്ലി റൗണ്ടപ്പ് വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ ഇടുന്നുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലേ നമുക്ക് പിന്നെ വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യുക. അപ്പോൾ അതിന് ലേറ്റ് ആക്കുന്നില്ല, ഓരോ അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോവാം. നമ്മൾ ആദ്യം തന്നെ നോക്കുന്ന യെസ് കോയിൻ ആണ്. യെസ് കോയിൻ ഇതുവരെ മൈൻ ചെയ്യാത്ത ആളാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക, മൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ യെസ് കോയിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലിസ്റ്റിങ്ങും കാര്യങ്ങളൊന്നും ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല. ഉടനെ തന്നെ ലിസ്റ്റ് ആവും. 2 ടൈപ്പ് യെസ് കോയിൻ ഉണ്ട്, അത് പലർക്കും ഡൗട്ടുണ്ട്. ഒരു വെള്ള യെസ് കോയിൻ ഉണ്ട്, ജസ്റ്റ് ടാപ്പ് മാത്രം ചെയ്യുന്നത്. അത് ഇതിൻ്റെ ഫേക്കാണ്. ഓക്കെ, അത് അധികം ആൾക്കാരൊന്നും മൈൻ ചെയ്യേണ്ട എന്ന് ഞാൻ പറയുള്ളൂ. ചില യൂട്യൂബേഴ്സ് ചെയ്തോളം പറയുന്നുണ്ട്. ഞാൻ എന്തായാലും അത് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇതാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത പ്രോജക്റ്റ്. മറ്റത് നോട്ട് കോയിൻ്റെ ഒരു പക്ക കോപ്പി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പേഴ്സണലി ഞാനത് മൈൻ ചെയ്യുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ യെസ് കോയിൻ മൈൻ ചെയ്യുന്നവർ തുടർന്ന് മൈൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാമിൽ പറയുന്നതാണ്. അടുത്ത് നമ്മൾ നോക്കുന്ന ബ്ലമ്മാണ്. ബ്ലമ്മിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ടിക്കറ്റ് ചിലവാക്കരുത് എന്ന് ഞാൻ ടെലഗ്രാമിൽ എപ്പോഴും എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് പലർക്കും ഡൗട്ടുണ്ട്. ടിക്കറ്റ് ചിലവാക്കരുതെന്ന് പറയാൻ കാരണം നമുക്ക് ഈ ഒരു ഗെയിം ഉണ്ടല്ലോ, പ്ലേ അടിച്ച് ഞാനൊരു ടിക്കറ്റ് കളയുന്നില്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് പ്ലേ അടിച്ചാൽ നമുക്ക് ഈ ഒരു സംഭവം എന്താ ബ്ലം കോയിൻ ഇങ്ങനെ നിലത്തോട്ട് ഡ്രോപ്പ് ആയി കൊടുക്കും. നമ്മളത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് പൊട്ടിക്കുന്നവർ നമുക്ക് ബ്ലം കിട്ടും. അതാണ് ഈ ഒരു ഗെയിം. അപ്പോൾ എല്ലാവർക്കുള്ള ഡൗട്ടാണ് എന്തുകൊണ്ട് ഞാൻ ടിക്കറ്റ് വെച്ച് കളിക്കരുതെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഗെയിമിൽ ഈ ബ്ലം കോയിൻ മാത്രമേ താഴേക്ക് വീഴുള്ളൂ. ഫ്യൂച്ചറിൽ ഈ വേറെ ക്രിപ്റ്റോ കറൻസീസ് ആയ പോളിഗൺ, അതുപോലെ തന്നെ ഇതേറിയം, BTC, അങ്ങനെ കുറേ കോയിൻസ് ഉണ്ടല്ലോ, ആ പുറത്തുള്ള ക്രിപ്റ്റോ കറൻസീസും ഈ ഗെയിമിനകത്തേക്ക്, ബ്ലമ്മിൻ്റെ ഗെയിമിനകത്തേക്ക് വരുമെന്ന് ബ്ലമ്മിൻ്റെ കോഫൗണ്ടർ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ചിലവാക്കേണ്ട എന്ന് പറയുന്നത്. നമുക്ക് അപ്പോൾ ഗെയിം കളിക്കാൻ ടിക്കറ്റ്സ് വളരെയധികം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ടിക്കറ്റ് കിട്ടാനും കുറച്ച് പാടാണ്. അതുകൊണ്ട് മാക്സിമം ടിക്കറ്റ്സ് എല്ലാവരും സേവ് ചെയ്ത് വെക്കുക. ഫ്യൂച്ചറിൽ നമുക്കത് ആവശ്യമാണ്. ഇനിയിപ്പോൾ ആ കോഫൗണ്ടർ പറഞ്ഞ പോലെ നമുക്ക് ഈ പുതിയ അപ്ഡേറ്റ്സ് ഒന്നും വരുന്നില്ലെങ്കിൽ കൂടി നമുക്ക് ഒരു ദിവസം കൊണ്ട് ടിക്കറ്റ് വെച്ച് ഗെയിം കളിച്ച് ടിക്കറ്റ് തീർക്കാൻ പറ്റും. അപ്പോൾ സേവ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും വരാനില്ല, ലാഭമല്ലാതെ. ഓക്കെ, അപ്പോൾ മാക്സിമം സേവ് ചെയ്ത് വെക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഇത് ഫാം ചെയ്യാത്തവർക്ക് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ബ്ലം ഇൻവൈറ്റ് ഓൺലിയാണ്, എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റില്ല. സ്ലോട്ടിനനുസരിച്ച് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ സ്ലോട്ട് കിട്ടാത്തവർ തീർച്ചയായും ടെലഗ്രാമിൽ വരിക. പലരും അവിടെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ. അവിടെ വന്നാൽ നിങ്ങൾക്ക് ചാറ്റ് ചാനലിലേക്ക് പോയാൽ അവിടെ നിങ്ങൾക്ക് ലിങ്ക് കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ ചെയ്യേണ്ട ജസ്റ്റ് സ്റ്റാർട്ട് ഫാമിംഗ് കൊടുക്കുക. അപ്പോൾ 8 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലെയിം വരും. ക്ലെയിം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും 8 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ക്ലെയിം അടിക്കുക. ഓരോ പ്രാവശ്യം ക്ലെയിം അടിച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഫാമിംഗ് കൊടുക്കാൻ മറക്കരുത്. അതിനുശേഷം ടാസ്ക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. ടാസ്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുക. ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുന്നതിൽ ഒരു ഇഷ്യൂ ഇപ്പോൾ നടക്കുന്നുണ്ട്. നമുക്ക് എത്ര ഫ്രണ്ട്സിനെ 10 ഫ്രണ്ട്സിനെയാണ് മാക്സിമം റെഫർ ചെയ്യാൻ പറ്റുക ഒരാൾക്ക്. അത് കഴിഞ്ഞാലും നിങ്ങൾക്ക് 10 ഫ്രണ്ട്സിൻ്റെ അവർ ഏൺ ചെയ്യുന്നതിൻ്റെ 10%, അവരുടെ റെഫർ ചെയ്തിട്ടുള്ള ആൾക്കാർ ഏൺ ചെയ്യുന്ന 2.5% കിട്ടും. പക്ഷേ ഇവിടെ 0 ബാലൻസ് ആണ്. കാരണം ഇപ്പോൾ ഒരു ബഗ് ഉണ്ട്, ഇവിടെ ഒന്നും അപ്ഡേറ്റ് ആവുന്നില്ല ആർക്കും. ഓക്കെ, അത് ഉടനെ തന്നെ ശരിയാവും. അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ അവർ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ ഇവർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൺഗോയിങ് ആണ് അപ്ഡേറ്റ് ബ്ലമ്മിൻ്റെത്. ഇപ്പോൾ ബ്ലമ്മിൻ്റെ അപ്ഡേറ്റ് കഴിഞ്ഞാൽ ഉടനെ വരും. കുറേ പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഇപ്പോൾ ഗെയിം സ്ലോ ആയതും ഇതുപോലത്തെ ഇഷ്യൂസ് നടക്കുന്നത്. കാരണം ഒരു അപ്ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്ഡേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്ഡേറ്റ് കഴിഞ്ഞാൽ കുറേ ഫീച്ചേഴ്സ് വരും. അതുപോലെ തന്നെ ഇവരെ ബ്ലമ്മിൻ്റെ വാലറ്റ് വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ടെലഗ്രാമിൽ ഫ്യൂച്ചറിൽ വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. നമ്മളുടെ ടാപ്സ് ആപ്പ് ആണ്. അപ്പോൾ ടാപ്സ് ആപ്പ് സ്കാം ആണ് എന്നൊക്കെ പറഞ്ഞ് കുറേ യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ടത് കണ്ടിട്ട് എന്നോട് വന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, ബ്രോ സ്കാം ആണ്, എന്തിനാണ് പ്രൊമോട്ട് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് അതേ യൂട്യൂബേഴ്സ് തന്നെ സ്കാം അല്ല എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട്. അപ്പോൾ പിന്നെ വന്നിട്ട് കുറേ ആൾക്കാർ അതിന് സോറി പറയുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അവർ വ്യൂസിന് വേണ്ടി വല്ലതും ചെയ്യും. അത് കണ്ടിട്ട് നിങ്ങൾ ഓരോന്ന് പറയുമ്പോഴത്തേനും ചാടാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം എന്തെങ്കിലും കാര്യം തീരുമാനം എടുക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കരുത്. ഒരു യൂട്യൂബർ പറയുന്നത് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. ബൈനാൻസ് ഒരു കമൻറ്റ് ഇട്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇഷ്യൂ മൊത്തം വന്നത്. ആ ബൈനാൻസ് തന്നെ
വന്നു. ഇത് അവരുടെ അഫിലിയേറ്റാണ്, അവരുടെ പാർട്ണറാണ്, ഒരു ഇഷ്യൂ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൽ വന്നിരിക്കുന്ന പുതിയൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ടാസ്കിൽ പോയി കഴിഞ്ഞാൽ ബൈനാൻസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് ചെയ്യുന്ന സേഫ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബൈനാൻസ് തന്നെ ഇത് സേഫ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ചെയ്യേണ്ടവർക്ക് ചെയ്യാം. അപ്പോൾ അതാണ് ടാപ്സാപ്പിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ്. ടാപ്സാപ്പും മൈൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവരാണ് തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യുക. ഇതിൻ്റെ ലിസ്റ്റിങ്ങും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ജൂലൈ ആദ്യം ഫസ്റ്റ് വീക്ക് ആവാനാണ് സാധ്യത എന്നാണ് ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു അപ്ഡേറ്റ് വരുമ്പോൾ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് നോക്കുന്ന മീംഫൈൻ്റെതാണ്. മീംഫൈയും ലിസ്റ്റിംഗ് ജൂലൈ ഫസ്റ്റ് വീക്ക് ഉണ്ടാവാനാണ് ഇപ്പോഴത്തെ റൂമേഴ്സും കാര്യങ്ങളും ന്യൂസൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ മൈൻ ചെയ്യാത്തവരാണ് തീർച്ചയായിട്ടും മൈനിങ് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇനി സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര മാക്സിമം ഉണ്ടാക്കി വെക്കുക. ഇതിൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിലവിൽ ഇപ്പോൾ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി ഇതിൽ അപ്ഡേറ്റ്സ് വരികയാണ് ടെലഗ്രാം ചാനലിൽ പറയാം. അതുപോലെ തന്നെ നമുക്ക് ബൂസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇവരുടെ ടാപ്പിംഗ് ബോട്ട് മേടിക്കാൻ പറ്റും. ടാപ്പിംഗ് ബോട്ട് മേടിക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും വാങ്ങി വെക്കുക. നമുക്ക് ഓരോ ദിവസവും 3 പ്രാവശ്യം ബോട്ടിനെ ഓണാക്കാൻ പറ്റും. ഒരു പ്രാവശ്യം ഓണാക്കി കഴിഞ്ഞാൽ 1,29,000 കോയിൻസ് നമുക്ക് ബോട്ട് ഓട്ടോമാറ്റിക്കലി ചെയ്ത് തരുന്നതാണ്, മൈൻ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ബോട്ട് യൂസ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഈ ഒരു ബോട്ട് ഈ എക്സ്റ്റേണൽ ബോട്ട്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത്. ഓട്ടോ ടാപ്പർ ബോട്ട് ആപ്പുകളൊന്നും യൂസ് ചെയ്യരുത്. ബാൻ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാവരുടെയും അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ബാൻ ആവുന്നുണ്ട്. അടുത്ത് നമ്മൾ നോക്കുന്നത് പിക്സൽവേഴ്സ് ആണ്. പിക്സൽവേഴ്സിൽ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട്, നിങ്ങൾക്ക് പ്രോഫിറ്റ് കൂട്ടണോ കോയിൻ ബാലൻസ് കൂട്ടണോ എന്നാണ്. അതിൻ്റെ ഒരു കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. കൺഫർമേഷൻ വരുമ്പോൾ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ മാക്സിമം കോയിൻ കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഉള്ളൊരു ബോട്ടിന് അപ്ഗ്രേഡ് ചെയ്തിട്ട് മാക്സിമം ഫൈറ്റൊക്കെ ചെയ്ത് മാക്സിമം കോയിൻസ് ബാലൻസ് ആക്കി വെക്കാൻ നോക്കുക. ഇനി പ്രോഫിറ്റാണ് കൂട്ടേണ്ടതെന്നുണ്ടെങ്കിൽ സിമ്പിളാണല്ലോ, ജസ്റ്റ് അപ്ഗ്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഒരു ദിവസം കൊണ്ട് കൂട്ടാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കോയിൻ മാക്സിമം ബാലൻസ് ആക്കി വെക്കുക. അതാണ് ഇതിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ്. അതുപോലെ തന്നെ ഫുൾ വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. തീർച്ചയായിട്ടും കണ്ട് എങ്ങനെയെന്ന് പഠിച്ചതിന് ശേഷം മൈൻ ചെയ്യുക. പിന്നുള്ളൊരു നല്ല പ്രൊജക്റ്റാണ് സീഡ് മൈൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും മൈനിങ് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സീഡിൽ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ട ഓരോ 2 മണിക്കൂറിലും വരിക, അവിടെ ജസ്റ്റ് ക്ലെയിം ചെയ്യുക, ഇറങ്ങുക, ഇത്രേ ഉള്ളൂ. 2 മണിക്കൂർ കൂടുമ്പോൾ ക്ലെയിം ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ 3 മണിക്കൂറാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് 6 മണിക്കൂർ 7 മണിക്കൂർ വരെ കൊണ്ടുപോകും. അപ്പോൾ നിങ്ങളുടെ ബാലൻസ് ഒന്ന് കുറച്ച് അപ്ഗ്രേഡ് ചെയ്യാൻ ചിലവാക്കേണ്ടി വരുന്നു മാത്രം. നിങ്ങൾക്ക് 2 മണിക്കൂർ കളക്ട് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ഗ്രേഡ് ചെയ്ത് അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ കൂട്ടുക. ഇതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത മാസം ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും മൈൻ ചെയ്യാൻ പറ്റുന്നവർ മാക്സിമം മൈൻ ചെയ്യുക. അതുപോലെ ഡെയിലി കയറി ഇവിടുത്തെ ഡെയിലി റിവാർഡും കളക്ട് ചെയ്യാൻ മറക്കേണ്ട. ജസ്റ്റ് എൻ്റെ നെറ്റ് സ്ലോ ആയതുകൊണ്ട് ഇപ്പോൾ ലോഡ് ആവുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ബോട്ടൊക്കെ ലോഡ് ആവുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ സെർവറും കാര്യങ്ങളും അപ്ഡേഷൻ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഉടനെ തന്നെ എല്ലാത്തിൻ്റെയും ഇഷ്യൂസൊക്കെ അവർ സോൾവ് ചെയ്യും. പിന്നെ ഉള്ളത് ഹോട്ട് വാലറ്റ് ആണ്. ഹോട്ട് വാലറ്റ് എന്താണ് ബ്രോ ചെയ്യേണ്ടത്? ഇത് വെറൊരു വാലറ്റ് അല്ലേ എന്ന് കുറേ പേര് ചോദിച്ചു. ഹോട്ട് വാലറ്റിൽ മൈനിങ് നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹോട്ട് നമുക്കിവിടെ എടുക്കാൻ പറ്റും. നിയർ വാലറ്റിൻ്റെ ഹോട്ട് മൈനിങ് ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നിങ്ങൾ 2 മണിക്കൂർ 3 മണിക്കൂർ കൂടുമ്പോൾ ജസ്റ്റ് വന്ന് ക്ലെയിം ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇവിടുത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗ്യാസ് ഫീ പേ ചെയ്യേണ്ടി വരും. എല്ലാ പ്രാവശ്യം ക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് ഫീ കൊടുക്കണം. എൻ്റെ ഇപ്പോൾ ഗ്യാസ് ഫീ ഇല്ല. കണ്ടോ, ഇപ്പോൾ ക്ലെയിം അടിക്കുമ്പോൾ എൻ്റെ ക്ലെയിം ആയെന്ന് കാണിക്കും, പക്ഷേ എൻ്റെ ബാലൻസിലേക്ക് ആഡ് ആയാലോ തിരിച്ചു പോകും, കാരണം എനിക്ക് ഗ്യാസ് ഫീ കൊടുക്കാനില്ല. ഗ്യാസ് ഫീ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രാവശ്യം ക്ലെയിം അടിക്കുമ്പോൾ കുറച്ച് ഫീ ഇവർ പിടിക്കും. ഇപ്പോൾ ഈ ഫീ പേ ചെയ്യേണ്ട നിയറിലാണ്. നിയർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഇതിലേക്ക് ക്യാഷ് ഇട്ടിട്ട് ചെയ്യാൻ. നിങ്ങൾ ചെയ്യേണ്ട ഇവിടെ മിഷൻസിലേക്ക് പോകാം. മിഷൻസിലേക്ക് പോകുമ്പോൾ 6 മിഷൻ തീർത്താൽ എനിക്കിവിടെ ഗ്യാസ് ഫീ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സ്വാപ്പ് ചെയ്താൽ ഗ്യാസ് ഫീ കിട്ടും. അങ്ങനെ ഗ്യാസ് ഫീ കിട്ടാനുള്ള മിഷൻസും കാര്യങ്ങളൊക്കെ വരും. ആ മിഷൻസ് തീർത്തിട്ട് ഗ്യാസ് ഫീ ക്ലെയിം ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് ക്ലെയിം ഹോട്ട് വാലറ്റ് ഹോട്ട് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ക്ലെയിം ആവും. ബൂസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ തന്നെ മിഷൻസ് കംപ്ലീറ്റ് ചെയ്താൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതും തീർച്ചയായിട്ടും നോക്കി ചെയ്യുക. പിന്നെയുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബികോയിൻ ആണ്. ബികോയിൻ ഞാൻ പറഞ്ഞിരുന്നു, മാക്സിമം മൈൻ ചെയ്യാൻ പറ്റുന്ന അത്രയും മാക്സിമം മൈൻ ചെയ്യുക. കാരണം ഇതിൽ മൈൻ ചെയ്യുന്ന ആൾക്കാർ നിലവിൽ കുറവാണെന്ന് പറഞ്ഞാൽ ബാക്കിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. മില്യൺ കണക്കിന് ആൾക്കാർ ഇതിലുണ്ട്, പക്ഷേ ബാക്കിയുള്ള പ്രോജക്ട്സ് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അതുപോലെ തന്നെ ഇതിൽ ഹാൾവിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ടെലഗ്രാമിൽ ഫസ്റ്റ് ഡേ ഈ കോയിൻ റിലീസായപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾ കളിച്ചാൽ നിങ്ങൾക്ക് മാക്സിമം കോയിൻ ഉണ്ടാക്കാം. ഞാനെന്ന് പറഞ്ഞപ്പോൾ 400 കോയിനൊക്കെ വെച്ച് കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒരു ഗെയിം ജയിച്ച് കഴിഞ്ഞാൽ 8 കോയിൻ 10 കോയിനൊക്കെയാണ് കിട്ടുന്നത്. ഹാൾവിങ് കഴിഞ്ഞിട്ടുണ്ട്. 3ാമത്തെ ഹാൾവിങ് ഇവിടെ വരുന്നുണ്ട്. ആ 6.3 മില്യണിലോ എന്തോ ആണ് വരുന്നത്. അപ്പോൾ 5 6 അല്ലെങ്കിൽ 4 5 ഹാൾവിങ് കഴിയുമ്പോൾ ഇത് ലിസ്റ്റ് ആകുമെന്നാണ് ഞാൻ മെയിൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. മെയിൻ വീഡിയോ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. തീർച്ചയായിട്ടും പോയി ആ വീഡിയോ ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബികോയിൻ്റെ അപ്ഡേറ്റ്. ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾ കളിക്കേണ്ട ഒരു ഗെയിം തന്നെയാണ്. മിസ്സാക്കരുത്. മിസ്സാക്കിയിട്ട് പിന്നെ റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. കോയിൻ കുറച്ചേ കിട്ടുള്ളൂ, പക്ഷേ കുറച്ച് കോയിൻ ആയാലും നല്ല വാല്യൂ ഉണ്ട്. ഓക്കെ, അതായിട്ട് ഡോട്ട് കോയിൻ ആണ്. ഡോട്ട് കോയിൻ ഞാൻ കുറേ കാലം മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചപ്പോൾ ഞാൻ വീണ്ടും ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് കാലമായിട്ട് മൈൻ ചെയ്യുന്ന ഒരു കോയിനാണ് ഡോട്ട് കോയിൻ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഒന്നുമില്ല, അത് ജസ്റ്റ് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ടാപ്പ് ചെയ്യാൻ മാത്രം. അപ്പോൾ കോയിൻസ് ഇങ്ങനെ കയറും. അതിനനുസരിച്ച് ആ യെല്ലോ ഡോട്ട് വലുതാവും തോറും നമ്മൾക്ക് 1x 2x 3x അങ്ങനെ പറഞ്ഞ് കയറി കൊടുക്കും. അങ്ങനെ കളിക്കാവുന്ന ഒരു ഗെയിം തന്നെയാണ്. ഇതിൽ നമുക്ക് വാലറ്റ് കണക്ഷൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതെങ്ങനെയാണ് നോക്കാൻ പോകുന്നത്. ജസ്റ്റ് പോർട്ട്ഫോളിയോ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണക്ട് വാലറ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ടെലഗ്രാം വാലറ്റ് കണക്ട് ചെയ്യാം. ടെലഗ്രാം വാലറ്റ് തന്നെ കണക്ട് ചെയ്താൽ മതി. ടെലഗ്രാം വാലറ്റ് വരാത്തവർ തീർച്ചയായിട്ടും ടെലഗ്രാം അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ടെലഗ്രാം വാലറ്റ് വരും. അതിനുശേഷം നിങ്ങൾ കണക്ട് കൊടുത്ത് അവിടെ കണക്ട് ആവും. ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ടെലഗ്രാമിൽ. ഓക്കെ,
ഇത് ഡബ്ല്യു കോയിൻ്റെ അപ്ഡേറ്റ് ആണ്. ഡബ്ല്യു കോയിനിൽ എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കാര്യം സ്റ്റേക്കിംഗ് എന്താണ് എന്നാണ്. അപ്പോൾ സ്റ്റേക്കിംഗ് എന്താണെന്ന് വെച്ചാൽ സ്റ്റേക്കിംഗ് പോയാൽ നിങ്ങൾക്കിവിടെ 3 സ്ലോട്ട് കാണാൻ പറ്റും. 3 സ്ലോട്ടിൽ നിങ്ങൾക്ക് വേണ്ട എമൗണ്ട് സെലക്ട് ചെയ്ത് സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. വേണ്ട പെർസെൻറ്റേജ് സെലക്ട് ചെയ്യാം, എത്ര ദിവസത്തേക്ക് സ്റ്റേക്ക് ചെയ്യണമെന്ന് സെലക്ട് ചെയ്യാം. ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം നിങ്ങൾക്ക് ഇവിടെ ഒരു ബോണസ് എക്സ്ട്രാ കിട്ടും. ഇവിടെ 20% 15 ദിവസം സ്റ്റേക്ക് ചെയ്താൽ കിട്ടും. നിങ്ങൾ ആ ഡബ്ല്യു കോയിനിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും. ഞാനിവിടെ 3 ദിവസത്തിന് സ്റ്റേക്ക് ചെയ്തതിൽ 5 ദിവസത്തിന് അങ്ങനെ സ്റ്റേക്ക് ചെയ്താണ് ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. അവിടെ 2% ആണ് എനിക്ക് അതിൽ കൂടുതൽ കിട്ടുക. അപ്പോൾ ബാങ്കിൽ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്ന പോലെ തന്നെ ഇത്ര കാലത്തേക്ക് ഫിക്സഡ് ആയിട്ട് അവിടെ ഇടുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് ആ ഡേറ്റ് കഴിഞ്ഞ് ഇത്ര കാലത്തേക്ക് എന്ന് പറയുന്ന കാലാവധി കഴിഞ്ഞെടുക്കുമ്പോൾ ബാങ്ക് പറയുന്നൊരു പെർസെൻറ്റേജ് പലിശയായിട്ട് നമുക്ക് തരും. അതുപോലെ തന്നെ ഇതിൽ കിട്ടുന്ന ഒരു സംഭവമാണ് സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞാൽ. സ്റ്റേക്ക് ചെയ്യാൻ പറ്റുന്നവർ സ്റ്റേക്ക് ചെയ്ത് വെക്കുക. സ്റ്റേക്ക് ചെയ്യുന്നതോറും ടാസ്ക് തീർക്കുന്നതിന് ടാസ്കിൽ ഇത്ര സ്റ്റേക്ക് ചെയ്യുന്നതിനും കോയിൻ ബാലൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ടാസ്ക് തീർത്താൽ എത്ര സ്റ്റേക്ക് ചെയ്യണമെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ടാസ്കുകൾ നോക്കി അറിയാൻ പറ്റും. അതുപോലെ തന്നെ വാലറ്റ് ഓപ്ഷൻ ഉണ്ട്, പക്ഷേ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടില്ല. നോട്ട് അവൈലബിൾ നൗ എന്നാണ് വന്നിരിക്കുന്നത്. അത് വരുമ്പോൾ ഞാൻ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ വന്നിരിക്കുന്ന അപ്ഡേറ്റ് ചെയിൻ ഗെയിമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ അപ്ഡേറ്റ് ആണ്. 6 ദിവസം മാത്രമേ ഇനി എയർ ഡ്രോപ്പിനുള്ളൂ എന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി കുറച്ച് ദിവസം മുന്നേ 15 ദിവസം ആയപ്പോൾ പറഞ്ഞിരുന്നു ഇനി 15 ദിവസമേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തതാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യുക. 6 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഡീസൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റും. കിട്ടുന്നത് കളയരുത്, ജസ്റ്റ് കയറി ടാപ്പ് ചെയ്താൽ മാത്രം മതി. ബാക്കിയുള്ള പോലെ മില്യൺസും കാര്യങ്ങളൊന്നും ഇതിൽ കിട്ടില്ല. ആസ് യൂഷ്വൽ നമ്മളുടെ ചെയിൻ ബോട്ട് സ്ലോ തന്നെയാണ്, സ്ലോ ആണ്, ബഗ്ഗും കാര്യങ്ങളും ഉണ്ട്, ഇടയ്ക്ക് എക്സിറ്റ് ആയി പോകുന്നുണ്ട്. അപ്പോൾ കയറാൻ പറ്റുന്നില്ല, കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ കയറാൻ പറ്റാത്തവർ ജസ്റ്റ് റിഫ്രഷ് അടിക്കുക, അങ്ങനെ ഇരിക്കുക. കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കയറാൻ പറ്റും. അപ്പോൾ ഇവരുടെ ബോട്ടാണ് ഇതിൽ നമ്മൾ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും മോശം ബോട്ട്. പക്ഷേ കോയിൻ അങ്ങനെ ആവുമെന്ന് വിചാരിക്കേണ്ട, ജസ്റ്റ് കയറുക, ക്ലെയിം അടിക്കുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് ഈ റീചാർജ് ആവുന്നത് വളരെ സ്ലോ ആണ് എന്ന് പറയുന്നുണ്ട്, എനർജി റീചാർജ് ആവുന്നത്. അതിൻ്റെ കാരണം ഇവർ കുറച്ച് സപ്ലൈ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇവരുടെ എല്ലാ യൂസേഴ്സിനും മെല്ലെ റീചാർജ് ആവുള്ളൂ. 2 ദിവസം കൊണ്ടൊക്കെയാണ് എനിക്ക് ഒരു ഫുൾ റീചാർജ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ സ്ലോ ആണ് എന്ന് പറയുന്നവർക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന അനങ്ങുന്നത് പോലും കാണാൻ പറ്റില്ല. 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഒന്ന് കയറിയിട്ട് ടാപ്പ് ചെയ്തെടുക്കാൻ നോക്കുക. ഡെയിലി കയറുക, എന്തായാലും ഡെയിലി കയറുന്നതിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും ബൂസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ഫ്രീ റീഫില്ല് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓരോ ദിവസവും ഒരു റീഫില്ല് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതിന് ബൂസ്റ്റ് പോയാൽ നിങ്ങൾക്ക് അത് ആക്ടിവേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ബാക്കിയുള്ളത് നിങ്ങൾ ഡെയിലി കയറി ക്ലെയിം അടിക്കാനും നോക്കുക. ഓക്കെ, എൻ്റെത് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാനൊരു 2 മിനിറ്റ് ഇരുന്നപ്പോഴാണ് ഓപ്പൺ ആയത്. എനിക്ക് കാണാൻ പറ്റും എൻ്റെ എനർജി 0 ആണ്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഇത് കയറി ടാപ്പ് ചെയ്തിട്ട് ഇറങ്ങിയതാണ്. എനിക്ക് ഇതുവരെ ഒരു എനർജി പോലും കയറിയിട്ടില്ല. അതിൻ്റെ കാരണം ഇതിൻ്റെ ബഗ് തന്നെയാണ്. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഫുള്ളാകുമ്പോൾ ഒറ്റയടിക്ക് ഫുള്ളായതായിട്ട് കാണിക്കും. ഇപ്പോൾ ഓരോന്ന് ഫില്ലാവുന്നത് കാണിക്കാത്തതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബൂസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഡെയിലി റീസ്റ്റോർ എനർജി ഇവിടെ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു പ്രാവശ്യം നിങ്ങളുടെ എനർജി ഫുള്ളാക്കാൻ പറ്റും. അപ്പോൾ ഇത് മിസ്സാക്കാതെ എല്ലാ ദിവസവും കയറി എടുത്ത് ഫുള്ളാക്കുക. അപ്പോൾ ഇവിടെ ടാപ്പ് ചെയ്താലും ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അപ്പുറത്ത് അത് റിഫ്ലക്റ്റ് ആവുള്ളൂ. അത്രയും സ്ലോ ആണ് ബോട്ട്. ഓക്കെ, അപ്പോൾ ഇത്ര സ്ലോ ആണെന്ന് വിചാരിച്ച് ചെയ്യാൻ മടിക്കേണ്ട. കാരണം ഇത്രയും ചെയ്താലും നിങ്ങൾക്ക് കിട്ടേണ്ട വാല്യൂ വലുത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ എൻ്റെ എനർജി ഇപ്പോൾ ഫില്ലാക്കി തന്നിട്ടുണ്ട് ഡെയിലി ഫില്ലാക്കുന്നതിൽ. അപ്പോൾ ജസ്റ്റ് ടാപ്പ് ചെയ്ത് നിങ്ങൾക്ക് അത് ഒരു ദിവസം 0 ആക്കി വെക്കുക. 2-3 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫില്ലാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കിട്ടുന്നത് എടുത്ത് വെക്കുക. എനിക്കിപ്പോൾ ഞാൻ ഇപ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ എന്നൊന്നും വിചാരിച്ചിരിക്കേണ്ട. കിട്ടുന്ന അത്രയും എടുത്ത് വെക്കാൻ നോക്കുക മാക്സിമം. പിന്നുള്ളതാണ് വേവ് വാലറ്റിലേക്ക് വന്നാൽ നിങ്ങൾ ക്ലെയിം ചെയ്യേണ്ട ടോക്കൺ എന്ന് പറയുന്നത് ഓഷ്യനാണ്. ഓഷ്യൻ ക്ലെയിം ചെയ്യണമെങ്കിലും ഗ്യാസ് ഫീ കൊടുക്കണം. ഗ്യാസ് ഫീ എല്ലായിടത്തും ഒരു പ്രശ്നമാണല്ലേ, അത് നോക്കേണ്ട. ഗ്യാസ് ഫീ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു ഫീ തന്നെയാണ്. അപ്പോൾ നിങ്ങളിവിടെ ഓഷ്യൻ ഗെയിം കയറാത്തവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, കയറുക. എന്നിട്ട് ഓഷ്യൻ ഗെയിമിൽ കൂടെ ക്ലെയിം അടിച്ചാൽ നിങ്ങൾ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ ക്ലെയിം നൗ എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒന്ന് കയറി ഇങ്ങോട്ടേക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിന് ഗ്യാസ് ഫീ വേണം. ഇതിൻ്റെ ഗ്യാസ് ഫീ മെഷീനിൽ കൂടെ തന്നെ കിട്ടുക. ഇവിടെ ഓരോ ആഴ്ച കൂടുമ്പോൾ പുതിയ മെഷീൻസും കാര്യങ്ങളൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്യും. ഇവിടെ കമ്മിങ് സൂൺ കാണാൻ പറ്റും. എല്ലാ ദിവസവും കയറി നോക്കുക. ഇവിടെ എപ്പോഴെങ്കിലും ഒരു എന്താ പറയുക ഒരു ടാസ്ക്കൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഗ്യാസ് ഫീ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ആ ഗ്യാസ് ഫീ വെച്ചിട്ട് ഇതും ക്ലെയിം ചെയ്ത് വെക്കുക. വളരെയധികം വാല്യൂ ഉള്ളൊരു കോയിനാണ്. കാരണം അത്രയും കുറച്ച് നമുക്ക് തരുന്നുള്ളൂ. അപ്പോൾ വളരെ വലിയ വാല്യൂ ഉള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു കോയിൻ എത്ര വാല്യൂ വരും എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ലിസ്റ്റിംഗ് കാര്യങ്ങൾ വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ലിസ്റ്റിംഗ് കാര്യങ്ങൾ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് ബോട്ടായ ഏണിംഗ് ബോട്ടായ ഹാംസ്റ്റർ കോമ്പാറ്റിലാണ് ഇനി നമ്മൾ വന്നിരിക്കുന്നത്. ഹാംസ്റ്റർ കോമ്പാറ്റിൽ ഡെയിലി സൈഫർ, ഡെയിലി കോംബോ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യസമയത്ത് തന്നെ നമ്മൾ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹാംസ്റ്റർ കോമ്പാറ്റ് ഡെയിലി കോംബോ ഡെയിലി വന്ന ആൾക്കാർ ഗ്രൂപ്പിൽ ചോദിക്കും. നിങ്ങളൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അത് ടെലഗ്രാം ചാനലിൽ പോസ്റ്റഡ് ആണ്. ഓക്കെ, മേലേക്ക് പോയി നോക്കുക. എല്ലാ ദിവസവും വൈകുന്നേരം 5:30 മണിക്കാണ് ഇതിൽ ഡെയിലി കോംബോ വരിക. ഓക്കെ, അപ്പോൾ ഡെയിലി കോംബോയിൽ 5:30 മണിക്ക് അല്ലെങ്കിൽ 6 മണിയുടെ ഉള്ളിൽ തന്നെ നമ്മളുടെ ടെലഗ്രാം ചാനലിൽ ഡെയിലി കോംബോ എന്താണെന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ പിറ്റത്തെ ദിവസം രാവിലെ വന്നിട്ട് കോംബോ എന്താണെന്ന് ചോദിക്കുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് പിൻഡ് കമൻറ്റ് അല്ലെങ്കിൽ പിൻഡ് പോസ്റ്റ് നോക്കുക. ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ടെലഗ്രാം ചാനലിൽ. പിൻഡ് പോസ്റ്റ് പോലും നോക്കാതാണ് ചിലർ വന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഡെയിലി നിങ്ങൾ പിൻഡ് പോസ്റ്റ് നോക്കുക. ഡേറ്റ് അതിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഡെയിലി കോംബോ എന്നതാണ്, എന്ന് തൊട്ട് എന്ന് വരെ ഉള്ളതാണ് എന്ന്
അതിൽ കറക്റ്റായിട്ട് ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ടാവും. അത് നോക്കിയതിന് ശേഷം നിങ്ങൾ ഡെയിലി കോംബോ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളൊന്ന് ചോദിക്കുന്നതിന് മുമ്പേ ഞാനവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡെയിലി സൈഫറും ഞാനവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഡെയിലി സൈഫർ ഡെയിലി 1 മണിയുടെ ഉള്ളിൽ 12:30ക്കാണ് ഡെയിലി സൈഫർ വരിക, എന്ന് വെച്ചാൽ രാത്രി. ഓക്കെ, അപ്പോൾ പുലർച്ചെ 1 മണിക്കുള്ളിൽ ഞാൻ എന്തായാലും അവിടെ ഡെയിലി സൈഫർ ഇട്ടിട്ടുണ്ടാവും. നിങ്ങളിങ്ങനെ വന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ ആ ടൈം നോക്കുക. 12:30 to 1 മണിനുള്ളിൽ നമ്മളെ ടെലഗ്രാം ചാനൽ വന്നിട്ടുണ്ടാവും. അത് ജസ്റ്റ് മേലേക്ക് പോയി നോക്കുക. പിന്നീട് നിങ്ങൾ വന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ടെലഗ്രാം ചാനൽ ഷെയർ ചെയ്തിട്ട് ആ ഇട്ടതൊക്കെ മേലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും എനിക്ക് പേഴ്സണലി റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല, ഗ്രൂപ്പിലും പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് മേലേക്ക് പോയി നോക്കിയാൽ നിങ്ങൾക്കത് കിട്ടും. പിന്നീട് കുറച്ച് ആൾക്കാർ ചോദിച്ച കാര്യമാണ് നിങ്ങൾ പ്രോഫിറ്റ് പെട്ടെന്ന് കൂട്ടണം. പ്രോഫിറ്റാണ് ഇതിൽ വില ഉള്ളത്, കോയിനല്ല. പ്രോഫിറ്റ് മാക്സിമം കൂട്ടാൻ നോക്കുക. എന്നിട്ട് ഡെയിലി കോംബോ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു 10 മില്യൺ ബാലൻസ് വെച്ചിട്ട് ബാക്കിയല്ല നിങ്ങൾ പ്രോഫിറ്റിലേക്ക് ഇടുക, ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏതൊക്കെ കോയിൻസ് എത്രയൊക്കെ ലെവലാക്കണം എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മളെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെ കാർഡുകളാണ് അപ്ഗ്രേഡ് കാർഡുകൾ എത്ര ലെവലാക്കണം എന്ന് കൃത്യമായിട്ട് ഞാൻ കാണിച്ചാൽ. ഞാൻ ഇപ്പോൾ എൻ്റെ 1 മില്യണോട് അടുത്തിട്ടുണ്ട്. 20 ഗെയിം കൂടി ആ 1 മില്യൺ പെർ അവർ പ്രോഫിറ്റ് ആവും. അപ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ തന്നെ 1 മില്യൻ്റെ മേലുള്ള കുറേ ആൾക്കാരുണ്ട്. ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചവരതൊക്കെ ശ്രദ്ധിച്ചു, അവർക്കൊക്കെ 1 മില്യൻ്റെ മേലുണ്ട്. എന്തായാലും കൺഗ്രാജുലേഷൻ, നിങ്ങൾ നല്ല രീതിക്ക് തന്നെ മൈൻഡ് ചെയ്ത് അറിഞ്ഞാൽ എനിക്ക് സന്തോഷം. അപ്പോൾ നിങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നോക്കുക. എത്ര ലെവൽ എൻ്റെ കയ്യിലായിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വീഡിയോ പോസ് ആക്കിയിട്ട് നിങ്ങൾക്ക് നോക്കാം. ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല, അത് ഞാൻ എൻ്റെ പേഴ്സണലി അപ്ഗ്രേഡ് ചെയ്തു എന്നേ ഉള്ളൂ. ചിലപ്പോൾ ഒരു തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തായാലും നോക്കേണ്ടവർക്ക് പോസ് ആക്കി വെച്ച് നോക്കി ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ഓരോ ടാബിലും ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ലെവലായി എന്ന് നോക്കി അത് വേണമെങ്കിൽ അതുപോലെ ചെയ്യാം. ഞാൻ ഒരിക്കലും എൻ്റെ പോലെ ചെയ്യാൻ പറയില്ല. കാരണം എൻ്റെ സ്ട്രാറ്റജി ചിലപ്പോൾ വീക്കായിരിക്കാം, നിങ്ങളുടെ സ്ട്രാറ്റജി നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എൻ്റെയൊക്കെ മിക്സാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ ജസ്റ്റ് എല്ലാം ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാം നോക്കുക, അതിന് ശേഷം അപ്ഗ്രേഡ് ചെയ്യുക. ഞാൻ ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കും കേട്ടോ, ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്. നിങ്ങളുടെ ഒരു ബുദ്ധി കൂടി യൂസ് ചെയ്ത് ശ്രമിച്ച് കണ്ടുപിടിക്കുക. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയ സംഭവം എയർ ഡ്രോപ്പിൽ വാലറ്റ് കണക്ഷൻ വന്നിട്ടുണ്ട്. വാലറ്റ് പോയാൽ കണക്ട് യുവർ ടോൺ വാലറ്റ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഈ വാലറ്റ് കണക്ട് ചെയ്തവർ തീർച്ചയായിട്ടും കണക്ട് ചെയ്ത് വെക്കുക. എയർ ഡ്രോപ്പ് വന്നാൽ നിങ്ങൾക്ക് വാലറ്റിലേക്കായിരിക്കും വരിക, വിഡ്രോയിൽ കിട്ടുക. ഓക്കെ, അപ്പോൾ എങ്ങനെ വാലറ്റ് കണക്ട് ചെയ്യുക എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മളെ ചാനൽ ചെക്കൗട്ട് ചെയ്താൽ കിട്ടും. അതുപോലെ തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അവിടെ ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ കണക്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. കണക്ട് ചെയ്തിട്ട് വീണ്ടും കമ്മിങ് സൂണിലേക്ക് പോയവർക്ക് വീണ്ടും കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവും. പലർക്കും പലതാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കൺഫേം ആക്കി പറയാത്തത്. എനിക്ക് എന്തായാലും കണക്ട് ചെയ്തിട്ട് വീണ്ടും കമ്മിങ് സൂണിലേക്ക് പോയിട്ടില്ല. പോവാത്തവർക്ക് അങ്ങനെ തന്നെ ഇരിക്കുമായിരിക്കും എന്ന് വിചാരിക്കാം. എന്തായാലും ഇതും അപ്ഡേഷൻ സ്റ്റേജിലാണ്. അപ്പോൾ കുറച്ച് ബഗ്ഗും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്തില്ലെങ്കിൽ ആ വീഡിയോ കണ്ട് തീർച്ചയായിട്ടും കണക്ട് ചെയ്യുക. പിന്നെ ടെലഗ്രാം വാലറ്റ് കണക്ട് ചെയ്തവർക്ക് ഒരു ഇഷ്യൂ ഇല്ല. നിങ്ങൾ ടോൺ കീപ്പർ തന്നെ കണക്ട് ചെയ്യണമെന്ന് ഇന്നില്ല. ടോൺ ബേസ്ഡ് ആയിട്ടുള്ള ഏതൊരു വാലറ്റ് കണക്ട് ചെയ്താലും മതി, ടോൺ കീപ്പർ തന്നെ വേണം എന്നുമില്ല. ഓക്കെ, നിങ്ങൾ മെറ്റാമാസ്ക് ഒന്നും കൊണ്ടൊന്ന് കണക്ട് ചെയ്യാതിരിക്കുക. കാരണം മെറ്റാമാസ്ക് ഒന്നും ടോൺ വാലറ്റ് അല്ല, ഇതേറിയം വാലറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, മെറ്റാമാസ്കും കാര്യങ്ങളൊന്നും കണക്ട് ചെയ്യരുത്. ഏതെങ്കിലും ടോൺ വാലറ്റ് തന്നെ ഇവിടെ കണക്ട് ചെയ്താൽ മതി. ടെലഗ്രാം ആയാലും ടോൺ കീപ്പർ ആയാലും മൈ ടോൺ ആയാലും കുറേ ടോണിൻ്റെ വാലറ്റുകൾ ഉണ്ടായി, ഏതായാലും പ്രശ്നമില്ല. അത് സേഫ് ആണെന്ന് നിങ്ങളുടെ ഗ്യാരണ്ടിയിൽ ഉറപ്പിച്ചതിന് ശേഷം കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അതറിയാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് കണ്ട് കണക്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു അപ്ഡേഷൻ വീഡിയോ. അപ്പോൾ അടുത്ത വീക്കിലായിരിക്കും നമ്മൾ വീണ്ടും ഒരു അപ്ഡേറ്റുമായിട്ട് വരിക. അപ്പോൾ ഡെയിലി അപ്ഡേറ്റ്സിനായിട്ട് ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. നമ്മൾ ചാനൽ 10K സബ്സിന് തൊട്ടടുത്താണ്. അപ്പോൾ സബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വലുത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ എല്ലാ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്. അതുപോലെ തന്നെ ഡെയിലി അപ്ഡേറ്റ്സിനായിട്ട് ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ സൂൺ, ബൈ.